ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്കൂളിൽ കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയ 2 കൂട്ടം കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് സബോള, വെളുത്തുള്ളി, ഇഞ്ചി, വാളംപുളി, മീറ്റ് മസാല, മുളക് പൊടി, ഉപ്പ്, മുട്ട. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സബോള എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്നും ഇടണ്ട കേട്ടോ. സബോളയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ കനം കുറച്ച് സബോള അരിയണം. നന്നായിട്ട് സബോളയൊന്ന് വഴറ്റി കൊടുക്കാം. സബോള പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സബോള നല്ല ബ്രൗൺ നിറത്തിലായിട്ടുണ്ട് കേട്ടോ. ഇത്രയായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പകുതി എടുത്ത് ഒന്ന് മാറ്റി വെക്കാവേ. ഇതിൻ്റെ പകുതി ഒരു കറിക്കും പകുതി മുട്ട റോസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1.5 സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടൊന്ന് ഇളക്കാം. ഇത്രയും പരിപാടിയേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇത് നമ്മൾ ഇത്രയും മൂപ്പ് മതി കേട്ടോ. ഈ പാകത്തിനായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മസാല മാറ്റി വെക്കാവേ. പുഴുങ്ങി വെച്ച മുട്ട നമുക്കൊന്ന് പൊളന്നെടുക്കാം കേട്ടോ. അതിനകത്ത് വഴറ്റി വെച്ച മസാലയൊന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. നിറച്ചൊന്ന് ഫില്ല് ചെയ്യാം. ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ചുമ്മാ മുട്ട തിന്നാനൊക്കെ പിള്ളേർക്ക് ഒത്തിരി താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ മസാലയൊക്കെ ചെയ്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ മുട്ടയൊന്ന് പൊളന്നു പോയി. മസാല കൂടുതലിട്ടപ്പോഴത്തേക്ക് അതൊന്ന് പൊളന്നു പോയിട്ടുണ്ടേ. നമുക്ക് അടുത്ത മുട്ടയും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാകും കേട്ടോ. ഇതാട്ടോ നമ്മൾ മസാലയെല്ലാം ഫില്ല് ചെയ്ത നമ്മുടെ മുട്ട ഫ്രൈ ഇരിക്കുന്നത്. മാറ്റി വെച്ച സബോള നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് അതിന് പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചുമന്ന് വരുന്നോടം വരെ ഒന്ന് മിക്സ് ചെയ്യാവേ. പാകത്തിന് നല്ല ചുവപ്പ് നിറത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക്, മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിനകത്തിട്ട് നമ്മൾ കറക്കി എടുത്തു കേട്ടോ. അപ്പോൾ കറക്കി എടുത്തപ്പോൾ നമുക്ക് ഒത്തിരി കറങ്ങിപ്പോകരുത്. ഇങ്ങനെ ഒരു ചതഞ്ഞ് കിട്ടുന്ന പോലെ കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി ഇത് മാത്രമാണേലും മതി കേട്ടോ. ഈ പുളിയൊക്കെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന 2 കറികളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം. ഇതാണ് കേട്ടോ ഞാനുണ്ടാക്കിയ മുട്ട ഫ്രൈ. നല്ല ടേസ്റ്റാട്ടോ. അതിൻ്റെ സബോള മാത്രം വഴറ്റിയത് മാത്രം കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പിള്ളേർ പറയാറുണ്ട് ഇതിൻ്റെ ഗ്രേവി കൂടുതലിട്ട് തന്നു വിടണമെന്ന് കേട്ടോ. ഈ പുളി ഇട്ട് വെച്ച ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമാണെങ്കിലും ചോറ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ണും. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.